ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തരിയക് ഭുജംഗാസനം ചെയ്യാം. ഭുജംഗാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചായിരുന്നു. ഇനി തരിയക് ഭുജംഗാസനം പോലെ തന്നെയാണ് നമ്മുടെ കൈകളൊക്കെ വെക്കുന്നത്. പക്ഷെ കാലുകൾ വളരെ അകത്താവുന്നിടത്തോളം അകത്തിയിടണം. അങ്ങനെ ഒരു വ്യത്യാസമുള്ളൂ ഇതിന്. ബാക്കി നല്ലപോലെ ഉയരുന്നു. പൂക്കളിൻ്റെ ഇച്ചിരി താഴ്വശവും കൂടി ഉയർന്നാലും നല്ലതാണ്, കുഴപ്പമില്ല. ഭുജംഗാസനത്തിന് പുക്കിളും അതിൻ്റെ അടിഭാഗവും നമ്മൾ ഒട്ടും പൊക്കാൻ പാടില്ല. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ പറയാം. കഴുത്തുവേദന മാറുന്നു, സ്പോണ്ടിലോസിസ് കുറയുന്നു, വന്നിട്ടില്ലെങ്കിൽ അത് തടയുന്നു, സ്പോണ്ടിലോസിനെ തടയുന്നു. വന്ന സ്പോണ്ടിലോസിസ് രോഗം ഉണ്ടെങ്കിൽ അത് വളരെ കുറയുന്നു. കൈകൾക്ക് മസിലിന് നല്ല ബലം കിട്ടുന്നു, കാഴ്ചശക്തി കൂട്ടുന്നു. കാറ്ററാക്റ്റ് ഉണ്ടെങ്കിൽ അത് കുറയുന്നു, വളരെ കുറയും കാറ്ററാക്റ്റ്, കാഴ്ചശക്തി കൂടുന്നു. പിന്നെ കൈകൾക്കും നല്ല ബലം കിട്ടുന്നു, ഉദരത്തിലെ കൊഴുപ്പുകൾ കുറയുന്നു, നമ്മുടെ ആകാര ഭംഗി കൂടുന്നു. ഏത് യോഗയും നമ്മുടെ ആകാര ഭംഗി കൂട്ടുന്നതാണ്. കാണിക്കാം, എങ്ങനെയാണ് കിടക്കുന്നതെന്ന് കാണിക്കാം. ഭുജംഗാസനത്തിലെ പോലെ വിരലുകൾ കൈപ്പത്തി ഇങ്ങനെ വെക്കുക, എൽബോസ് ഉയർത്തുക. വിരലുകൾ നമ്മൾ നോക്കി വെക്കണം, ഇങ്ങനെ ഷോൾഡറിൻ്റെ ജസ്റ്റ് താഴെ. കാലുകൾ അകത്താവുന്നിടത്തോളം അകത്തി വെച്ചിട്ട് ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തി വലതുവശത്തൂടെ ഇടത്തെ കാലിൻ്റെ ഉപ്പൂറ്റിയെ നോക്കുക, ഇടത്തെ കാലിൻ്റെ ഹീൽസിലേക്ക് നോക്കുക. കാണിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് വേണം ചെയ്യാൻ. അങ്ങനെ നോക്കി നിൽക്കാവുന്നിടത്തോളം മിനിമം 4 സെക്കൻഡ്. വലതുവശം തിരിഞ്ഞ് ഇടതുകാൽ ഉപ്പൂറ്റിയിലോട്ട് നോക്കിയിട്ട് ശ്വാസം വിടാതെ തന്നെ ഇടതുവശം തിരിഞ്ഞ് വലതുകാലിൻ്റെ ഉപ്പൂറ്റിയിലേക്ക് നോക്കണം. ഒന്നുകൂടെ കാണിക്കാം. കാലുകൾ അകത്തിയിട്ട് ശ്വാസം എടുത്തുകൊണ്ട് പൊങ്ങി ചെയ്യണം. ഇത് ചെയ്ത് കഴിയുമ്പം തല നേരെയാക്കി ശ്വാസം വിട്ടുകൊണ്ട് മാറ്റിലേക്ക് കമിഴ്ന്ന് കിടക്കണം, ഒറിജിനൽ പൊസിഷൻ. അങ്ങനെ 4-5 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ വിശ്രമ ആസനമായ മകരാസനത്തിലേക്ക് പോകണം. ഇനി മകരാസനത്തിൽ റിലാക്സ് ചെയ്യുക. ഇടത് കൈ വലത് തോളി വെച്ച്, വലത് കൈ ഇടത് തോളി വെച്ച് ഉണ്ടാകുന്ന ഒരു ട്രയാങ്കിളുണ്ട്, അതിനകത്തോട്ട് നിങ്ങളുടെ നോസ് വെക്കുക. നോർമൽ ബ്രീത്തിങ്. ഓക്കെ.